മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അനന്തരം ബ്രഹ്മക്ഷത്രിയ ശക്തികൾ ഒന്നിച്ചു ചേർന്ന് എങ്ങനെയാണ് ലോകത്തിൽ ക്ഷേമമുണ്ടാക്കുന്നതെന്ന് ചോദിച്ച യുധിഷ്ഠിരനോട് ഭീഷ്മൻ പറയുകയാണ്: ഹേ യുധിഷ്ഠിര, ബ്രഹ്മക്ഷാത്ര ശക്തികൾ ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ ലോകത്തിൽ ക്ഷേമമുണ്ടാവൂ എന്നതാണ് പരമാർത്ഥം. അവ വിയോജിച്ചു നിൽക്കുന്ന പക്ഷം എപ്പോഴും അനർത്ഥമാണ് ഫലം. രണ്ടും ലോകക്ഷേമത്തിന് വേണ്ടി ഒരേ കാരണത്തിൽ നിന്നുണ്ടായവയാണ്. അതിനാൽ ഏതൊരു സന്ദർഭത്തിലും വിയോജിക്കാതിരിക്കാനും എപ്പോഴും യോജിച്ചു നിൽക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. തപസ്സും മന്ത്രവും ബ്രാഹ്മണനും കയ്യൂക്കും ആയുധങ്ങളും ക്ഷത്രിയനും സ്വാധീനങ്ങളാണ്. ഇവ രണ്ടും കൂടിച്ചേർന്നാൽ മാത്രമേ ലോകത്തിൽ ക്ഷേമത്തെ പുലർത്താനാവൂ. അതിനാൽ ബ്രാഹ്മക്ഷാത്രങ്ങൾ എപ്പോഴും യോജിച്ചു നിൽക്കുക തന്നെ വേണം. ഈ വിഷയത്തിൽ കൂടുതൽ ദൃഢത കിട്ടാൻ വേണ്ടി ഒരു ഇതിഹാസത്തെ പറയാം. പണ്ട് പ്രസിദ്ധനായ മുചുകുന്ദ രാജാവ് കയ്യൂക്കുകൊണ്ടും ആയുധബലം കൊണ്ടും സൈന്യബലം കൊണ്ടും ലോകം മുഴുവൻ ജയിച്ച് ഭൂമിയിൽ ഏകഛത്രാധിപത്യത്തെ സ്ഥാപിച്ചു. അതിനുശേഷം വൈശ്രവണനെ കൂടി ജയിക്കാമെന്ന് കരുതി തന്റെ സൈന്യങ്ങളെ ഗന്ധർവ രാജ്യമായ അളകാപുരിയിലേക്ക് നയിച്ചു. രാജസൈന്യങ്ങളും ഗന്ധർവന്മാരും തമ്മിൽ ഏറ്റുമുട്ടി യുദ്ധം തുടങ്ങിയപ്പോൾ ഗന്ധർവ രാജാവായ വൈശ്രവണൻ പരിഭ്രാന്തനായി. ഗന്ധർവന്മാർക്ക് രാജാവിന്റെ സൈന്യങ്ങളെ ജയിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. അതിനാൽ തന്റെ സങ്കല്പശക്തി കൊണ്ട് പ്രബലന്മാരായ ഏതാനും രാക്ഷസന്മാരെ സൃഷ്ടിച്ചു. അവരെ കൊണ്ട് രാജസൈന്യങ്ങളെ പരാജയപ്പെടുത്തി വിജയം വരിക്കുകയും ചെയ്തു. വൈശ്രവണന്റെ ഈ തന്ത്രത്തെ മനസ്സിലാക്കിയ മുചുകുന്ദ രാജാവ് ഉടനെ തന്നെ വസിഷ്ഠ മഹർഷിയെ സമീപിച്ച് തന്നെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. വസിഷ്ഠനാകട്ടെ തപശക്തി കൊണ്ട് വൈശ്രവണന്റെ രാക്ഷസന്മാരെ കൊന്നൊടുക്കുകയും ചെയ്തു. സന്തുഷ്ടനായ മുചുകുന്ദൻ വീണ്ടും അളകാപുരിയിലേക്ക് യുദ്ധത്തിന് ചെന്നപ്പോൾ വൈശ്രവണൻ മുന്നിലേക്ക് വന്ന് പറഞ്ഞു: മുചുകുന്ദ, നീ നിന്റെ സ്വന്തം ശക്തി കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല ഗന്ധർവന്മാരെ ജയിക്കുന്നത്, വസിഷ്ഠ മഹർഷിയുടെ തപശക്തി കൊണ്ടാണ്. അത് ശരിയല്ല. നിന്റെ സ്വന്തം ശക്തി കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴും ഞാൻ തയ്യാറാണ്. അതിനാൽ ബ്രഹ്മശക്തിയെ കൂട്ടുപിടിക്കരുത്. ക്ഷാത്രമാണ് ക്ഷാത്രത്തോട് പോരാടേണ്ടത് എന്ന്. അത് കേട്ട മുചുകുന്ദ രാജാവ് മറുപടി പറഞ്ഞു: ഗന്ധർവരാജൻ, അങ്ങ് പറഞ്ഞത് ശരിയല്ല. ബ്രാഹ്മവും ക്ഷാത്രവും രണ്ട് ശക്തികളല്ല, ഒന്നിന്റെ രണ്ട് രൂപങ്ങൾ മാത്രമാണ്. അതിനാൽ അവ അന്യോന്യം ആശ്രയിക്കാൻ പാടില്ലാത്തവയാണെന്ന് വരുന്നില്ല. എന്ന് മാത്രമല്ല, അവ അന്യോന്യം ആശ്രയിക്കുക തന്നെ വേണം. എങ്കിലേ പൂർണ്ണമാവുകയും ലോകത്തിന്റെ ക്ഷേമത്തെ നിലനിർത്താൻ പറ്റിയതായി തീരുകയും ചെയ്യുന്നുള്ളൂ. അതിനാൽ അവ അന്യോന്യം ആശ്രയമായിരിക്കുന്നുവെന്നത് സ്വാഭാവികം മാത്രമാണ് എന്ന്. ഏതായാലും ഇനി യുദ്ധമൊന്നും വേണ്ടെന്നും ഭരിക്കാൻ ആവശ്യമുള്ള സ്ഥലങ്ങളെല്ലാം താൻ സന്തോഷമായി തരാമെന്നും പറഞ്ഞ് വൈശ്രവണൻ മുചുകുന്ദനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ മുചുകുന്ദൻ അത് സമ്മതിച്ചില്ല. വൈശ്രവണൻ സന്തോഷമായി കൊടുത്ത രാജ്യങ്ങളെ സ്വീകരിച്ചതുമില്ല. ക്ഷത്രിയൻ ദാനം വാങ്ങിയ ഭൂമിയെയല്ല, പൗരുഷം കൊണ്ട് വെട്ടിപ്പിടിച്ച രാജ്യങ്ങളെയാണ് ഭരിക്കുന്നതെന്നാണ് രാജാവ് പറഞ്ഞത്. അതിനാൽ ദാനം വാങ്ങാൻ അദ്ദേഹം ഒരുങ്ങിയില്ല. എങ്കിലും വൈശ്രവണന്റെ ആവശ്യത്തെ മാനിച്ച് യുദ്ധം വേണ്ടെന്ന് വെച്ച് പിന്മടങ്ങുകയും ചെയ്തു. ഗന്ധർവ ചക്രവർത്തിയായ വൈശ്രവണൻ പോലും മുചുകുന്ദന്റെ ക്ഷാത്രവീര്യത്തെ വളരെയധികം മാനിക്കുകയും പുകഴ്ത്തുകയും ചെയ്തു. ബ്രാഹ്മശക്തിയോട് യോജിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് മുചുകുന്ദന്റെ ക്ഷാത്രം വിജയിച്ചതെന്ന് സ്പഷ്ടമാണല്ലോ. അനന്തരം താൻ രാജ്യത്തെ സ്വീകരിച്ച് ഭരണം നടത്തുന്നത് ധർമ്മമായി തീരുമോ എന്ന് സംശയിച്ചിരുന്ന യുധിഷ്ഠിര മഹാരാജാവ് വീണ്ടും ചിലത് ചോദിച്ചു. എങ്ങനെയാണ് രാജാവ് സ്വയം അഭിവൃദ്ധിപ്പെടുകയും പ്രജകളെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. താൻ രാജ്യം ഭരിക്കുന്നത് തെറ്റാണോ? രാജ്യത്തെ ഉപേക്ഷിച്ച് കാട്ടിൽ പോയി മുനിവൃത്തിയോടുകൂടി കഴിയണോ എന്നതാണ് മറ്റൊരു ചോദ്യം. പ്രസ്തുത രണ്ട് ചോദ്യങ്ങൾക്കും ഭീഷ്മൻ മറുപടി പറഞ്ഞു. യുധിഷ്ഠിര, രാജാവ് എപ്പോഴും സ്ഥിരോത്സാഹിയും ധർമ്മനിഷ്ഠനുമായിരിക്കണം. രാജാവിന്റെ ധർമ്മശ്രദ്ധയാണ് മറ്റുള്ളവരെ കൂടി ധാർമ്മികരാക്കി തീർക്കുന്നത്. ധനത്തെ അനാവശ്യമായി ദുരുപയോഗപ്പെടുത്തരുത്. എന്നാൽ ആവശ്യമുള്ള സന്ദർഭത്തിൽ ദാനം ചെയ്യാൻ മടിക്കുകയുമരുത്. ധർമ്മമാണ് എല്ലാവർക്കും സുഖത്തിന് ആസ്പദം. അതിനാൽ പ്രജകളെ എപ്പോഴും
ധർമ്മമാർഗത്തിൽ കൂടി ചരിപ്പിക്കണം. പിന്നെ അങ്ങ് രാജ്യത്തെ സ്വീകരിക്കണമോ എന്ന കാര്യം സംശയിക്കത്തക്കതേയല്ല. എന്തുകൊണ്ടെന്നാൽ കൗരവർ ജീവിച്ചിരുന്നാൽ കൂടി രാജ്യത്തിന്റെ ഉത്തമാവകാശി അങ്ങാണ്. എന്നാൽ അധർമ്മികളായ അവരെ നിങ്ങൾ എതിർക്കുകയാണുണ്ടായത്. ധർമ്മത്തിന്റെ പേരിൽ യുദ്ധം ചെയ്ത് കൗരവരെ കൊന്നൊടുക്കിയ നിങ്ങൾ തികച്ചും ധർമ്മം നടത്താൻ ചുമതലപ്പെട്ടവരായിരിക്കുന്നു. അങ്ങനെ ചെയ്യാത്ത പക്ഷം മേലിൽ സംഭവിക്കാൻ പോകുന്ന അരാജകത്വത്തിനും അധർമ്മ പ്രചാരണത്തിനും നിങ്ങൾ ഉത്തരവാദികളാവുകയും ചെയ്യും. അതിനാൽ ക്ഷത്രിയനും രാജ്യം ഭരിക്കാൻ ചുമതലപ്പെട്ടവനുമായ അങ്ങ് കാട്ടിൽ പോയി തപസ് ചെയ്യലല്ല, നാട്ടിലിരുന്ന് ധർമ്മം പാലിക്കലാണ് ചെയ്യേണ്ടത്. തപസ് ബ്രാഹ്മണരുടെ കർത്തവ്യമാണ്. ധർമ്മപരിപാലനത്തിനാണ് ക്ഷത്രിയൻ ചുമതലപ്പെട്ടിരിക്കുന്നത്. അതിനാൽ അങ്ങ് രാജ്യം ഭരിക്കുക തന്നെയാണ് വേണ്ടത് എന്നിങ്ങനെയുള്ള ഭീഷ്മന്റെ നിസ്സംശയമായ മറുപടി യുധിഷ്ഠിരനെ ആ വിഷയത്തിൽ ബോധവാനായി തീർക്കുക തന്നെ ചെയ്തു. കൂടാതെ ഏതൊരു രാജ്യത്താണോ സജ്ജനങ്ങൾ ഭയപ്പെടുകയും രാജാവ് അസന്തുഷ്ടനായിരിക്കുകയും ചെയ്യുന്നത്, അങ്ങനെയുള്ള രാജ്യത്തിൽ ആർക്കും സ്വർഗാനുഭൂതി ഉണ്ടാവാൻ വയ്യ. അങ്ങ് സന്തുഷ്ടനും രാജാവുമാണ്. അങ്ങ് തന്നെ ദുർജനങ്ങളെ ജയിച്ച് സജ്ജനങ്ങളെയും ധർമ്മത്തെയും പരിപാലിച്ചുകൊണ്ട് സ്വർഗാനുഭൂതിക്ക് അവകാശിയായി തീരൂ എന്നും കൂടി ഭീഷ്മൻ പറഞ്ഞതോടെ യുധിഷ്ഠിര മഹാരാജാവിന് ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിശേഷം തീർന്നു എന്ന് തന്നെ പറയാം. ബ്രാഹ്മണരിൽ പലരും സ്വകർമ്മനിരതരും ചിലരൊക്കെ അകർമ്മനിരതരും വേറെ ചിലർ വികർമ്മനിരതരുമായി കാണപ്പെടുന്നുണ്ട്. അവരെയൊക്കെ ഒരുപോലെയാണോ അഥവാ വ്യത്യസ്തമായാണോ എങ്ങനെയാണ് രാജാവ് കാണേണ്ടത് എന്നാണ് പിന്നീട് യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചത്. ഭീഷ്മൻ അതിന് മറുപടി പറയാൻ തുടങ്ങി. യുധിഷ്ഠിര, ജന്മശുദ്ധിയും കർമ്മശുദ്ധിയും വേദജ്ഞനുമായുള്ള ബ്രാഹ്മണൻ എല്ലാ പ്രകാരത്തിലും ശ്രേഷ്ഠരും ഈശ്വരതുല്യരുമാണ്. അങ്ങനെയുള്ളവരെ രാജാവ് എല്ലാ പ്രകാരത്തിലും മാനിക്കുകയും രക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. അവരാണ് നാട്ടിലെ ശ്രേയസ്സിനാസ്പദം. വിശിഷ്ടരായ അവർക്ക് ഭയം, വ്യസനം തുടങ്ങിയ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടവരരുത്. യജ്ഞം, വേദാധ്യായനം, സ്വഭാവശുദ്ധി, ത്യാഗം, അഹിംസ, അതിഥിപൂജനം, മനോജയം, സത്യനിഷ്ഠ, തപസ്, ദാനം എന്നിവയാണ് ബ്രാഹ്മണ ലക്ഷണങ്ങൾ. ആരിലിവയെല്ലാം പ്രത്യക്ഷമായി പ്രകാശിക്കുന്നുവോ അങ്ങനെയുള്ളവരെല്ലാം ശ്രേഷ്ഠന്മാരും പൂജനീയരുമാണ്. അവരെ എല്ലാ പ്രകാരത്തിലും മാനിക്കുകയും വേണം. പശു, എരുമ, ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെ വളർത്തുകയോ കൃഷി, കച്ചവടങ്ങളിൽ ഏതെങ്കിലും ആചരിക്കുകയോ ചെയ്യുന്നവർ ജന്മം കൊണ്ട് ബ്രാഹ്മണരായാലും വൈശ്യന്മാരോടെന്ന പോലെയാണ് പെരുമാറേണ്ടത്. പണം സമ്പാദിക്കുകയും ശിക്ഷാരക്ഷകളെ നടത്തുകയും മാംസം ഭക്ഷിക്കുകയും ആനപ്പുറത്തും കുതിരപ്പുറത്തും സഞ്ചരിക്കുകയും ചെയ്യുന്നവർ ക്ഷത്രിയ തുല്യരുമാണ്. അവരോട് ക്ഷത്രിയന്മാരോടെന്ന പോലെ പെരുമാറുന്നതിൽ തെറ്റില്ല. പിന്നെയും പല പ്രകാരത്തിലുള്ള വികർമ്മങ്ങളെയും അകർമ്മങ്ങളെയും ചെയ്യുന്നവരെയൊക്കെ അതാത് നിലയ്ക്ക് കരുതിയാൽ മതി. പ്രതിഫലത്തിനു വേണ്ടി ഈശ്വരപൂജയും യജ്ഞങ്ങളും ചെയ്യുന്നവർ മിക്കവാറും ചണ്ടാളപ്രായന്മാരാണെന്ന് പറയണം. ശുദ്ധിയില്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുകയും അകർമ്മങ്ങളെയും ക്രൂരകർമ്മങ്ങളെയും ചെയ്യുന്നവരും ചണ്ടാളതുല്യരാണ്. അങ്ങനെയുള്ളവരെ രാജാവ് സ്വധർമ്മ നിരതരാക്കാൻ കഴിയും പോലെ ശ്രമിക്കേണ്ടതാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും കളവ്, ചതി, വഞ്ചന തുടങ്ങിയ നീചകർമ്മങ്ങളിൽ നിന്ന് ചിലരെ അകറ്റാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ രാജ്യത്ത് നിന്ന് കുടുംബസമേതം പുറത്താക്കുന്നതാണ് നല്ലത്. ഏതായാലും ബ്രാഹ്മണരെ രാജാവ് വേണ്ട പോലെ തിരിച്ചറിയുകയും അതാത് നിലയിലുള്ളവരോട് അതാത് നിലയിൽ പെരുമാറുകയും ചെയ്യേണ്ടതാണ്. എങ്കിലേ രാജ്യത്തിന് ക്ഷേമമുണ്ടാകാൻ പോകുന്നുള്ളൂ എന്നിങ്ങനെ ഭീഷ്മന്റെ ധർമ്മപ്രവചനത്തെ കേട്ട യുധിഷ്ഠിര മഹാരാജാവ് പിന്നെയും ഒരു സംശയത്തെ ഉന്നയിച്ചു. ആരുടെയെല്ലാം സ്വത്തിന്മേലാണ് രാജാവിന് അധികാരമുള്ളത് എന്ന്. ബ്രാഹ്മണ ഇതരരായ എല്ലാവരുടെയും സ്വത്തിന്മേൽ രാജാവിന് അധികാരമുണ്ട്. വേണ്ടിവരുമ്പോൾ പിടിച്ചെടുക്കുകയും ചെയ്യാം എന്നാണ് ഭീഷ്മന്റെ മറുപടി. ബ്രാഹ്മണരിലും ധർമ്മഭ്രഷ്ടരായിട്ടുള്ളവർ ബ്രാഹ്മണേതരന്മാരുടെ വർഗത്തിലാണ് പെടുന്നത്. അതിനാൽ അവരുടെ സ്വത്തിലും രാജാവിന് അധികാരം പുലർത്താം. പക്ഷെ ഒരു ബ്രാഹ്മണൻ മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കാൻ തുടങ്ങുന്നുവെന്ന് വന്നാൽ അതിൽ പരം അധപതനം ബ്രാഹ്മണ്യത്തിന് വരാനില്ല. അങ്ങനെയുള്ള ധർമ്മഭ്രംശനത്തിന് രാജാവ് ഉത്തരവാദിയെന്നാണ് അഭിജ്ഞമതം. ഞാനതിനെ തെളിയിക്കുന്ന ഒരു ഇതിഹാസത്തെ പറയാം.
പണ്ട് വൃദ്ധനായ കേകയ രാജാവ് കാട്ടിൽ പോയി കഠിനമായ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഒരു ദിവസം ഒരു രാക്ഷസൻ വന്ന് പിടികൂടി. അപ്പോൾ രാജാവ് പറയുകയാണ്, ഹേ രാക്ഷസ, നീ എന്തിനാണ് എന്നെ ആക്രമിക്കാൻ തുടങ്ങുന്നത്? നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ രാജ്യത്ത് ഏതൊരധർമ്മവും നടക്കുന്നില്ല. എല്ലാവിധ ധർമ്മങ്ങളും ശരിയാവണ്ണം നടന്നു വരുന്നുമുണ്ട്. ആ സ്ഥിതിക്ക് നിന്നെപ്പോലെയുള്ള ശുദ്രന്മാർക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ രാജ്യത്തെ ബ്രാഹ്മണരെല്ലാം സ്വകർമ്മ നിരതരാണ്. യജനം, അധ്യയനം, അധ്യാപനം, ദാനം, പ്രതിഗ്രഹം എന്നീ ഷൽക്കർമ്മങ്ങൾ എല്ലായിടത്തും വിധിയാമണ്ണം നടന്നു വരുന്നുണ്ട്. വർണ്ണങ്ങളും ആശ്രമങ്ങളും ശരിയാമണ്ണം നല്ല നിലയിൽ നടന്നു വരുന്നുണ്ട്. ആരും അന്യോന്യം ആക്രമിക്കപ്പെടുന്നില്ല. ഓരോരുത്തരും അവരുടെ ധർമ്മത്തെ തെറ്റുകൂടാതെ പാലിക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നിങ്ങനെ തൻ്റെ രാജ്യം അധർമ്മദൂഷിതമല്ലെന്ന് വന്നതിനാൽ ആർക്കും തന്നെ ബാധിക്കാനോ ഉപദ്രവിക്കാനോ കഴിയില്ലെന്ന് പറഞ്ഞു രാജാവ്. അധർമ്മമാണ് ഒരാളെ ദുർബലനാക്കുന്നത്. അതുകൊണ്ടാണ് പലർക്കും അയാളെ എതിർക്കാനും ആക്രമിക്കാനും ജയിക്കാനുമെല്ലാം കഴിയുന്നത്. എപ്പോഴും ധർമ്മം മാത്രം ആചരിക്കുന്ന ഒരാൾ ഏത് പ്രകാരത്തിലും ഭയത്തിന് അവകാശമുണ്ടാകുന്നില്ല എന്ന് തന്നെ പറയണം. രാജാവ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാക്ഷസൻ പറയുകയാണ്, രാജാവേ, സ്ത്രീകളുടെ വ്യഭിചാരദോഷം, രാജാക്കന്മാരുടെ അക്രമപ്രവൃത്തി, ബ്രാഹ്മണരുടെ കർമ്മലോപം എന്നിവയാണ് പ്രായേണ ഒരു രാജ്യത്തിൻ്റെ ആപത്തിന് ഹേതു. അനാവൃഷ്ടി, അതിവൃഷ്ടി, അകാല മൃത്യു, രോഗദാരിദ്ര്യങ്ങൾ തുടങ്ങിയ ആപത്തുകളുടെയെല്ലാം ഹേതു മുൻ പറയപ്പെട്ടവയാണ്. അങ്ങനെയുള്ള അധർമ്മങ്ങളൊന്നും അങ്ങയുടെ രാജ്യത്തിലില്ല എന്നതിനാൽ അങ്ങ് സുരക്ഷിതനാണ്. എവിടെ സ്ത്രീകൾ പതിവ്രതകളും രാജാക്കന്മാർ ധർമ്മനിരതരും ബ്രാഹ്മണർ കർമ്മനിഷ്ഠയുള്ളവരുമായിരിക്കുന്നുവോ അവിടെ ഏതൊരുവിധ ആപത്തിനും സ്ഥാനമില്ല. അതിനാൽ അങ്ങിഷ്ടം പോലെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് രാക്ഷസൻ എങ്ങോ പോയി മറഞ്ഞു. അതിനാൽ ഹേ യുധിഷ്ഠിര, ബ്രാഹ്മണരെ എല്ലാ പ്രകാരത്തിലും രക്ഷിക്കുക തന്നെ വേണം. അവരെ ഒരിക്കലും അധർമ്മം പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ കർമ്മനിരതരാക്കിക്കൊണ്ടിരിക്കുകയും വേണം. എങ്കിലേ രാജ്യത്തിൽ ആപത്തില്ലാതെ ക്ഷേമം പുലരാൻ ഇടവരൂ. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.